കണ്ണൂർ പയ്യന്നൂരിലെ 1.5 വയസ്സുകാരന്റെ മരണത്തിൽ ബേബി മെമ്മോറിയൽ ആശുപത്രിക്ക് സംഭവിച്ചത് ഗുരുതര പിഴവ്. അനസ്തേഷ്യയ്ക്ക് പിന്നാലെ തലച്ചോറിലേക്കുള്ള ഓക്സിജൻ നിലച്ചതാണ് മരണകാരണം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. അനസ്തേഷ്യ നൽകേണ്ട കാര്യമുണ്ടായിരുന്നില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, ആദ്യഘട്ടം മുതൽ തന്നെ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ആശുപത്രിക്കെതിരെ എന്ത് നടപടിയാകും സ്വീകരിക്കുക എന്നുള്ളത്? കാരണം ഒരു ഡോക്ടറെ മൊഴി നൽകുന്ന സാഹചര്യത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തുന്നതിൽ അന്വേഷണ സംഘം നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഡോക്ടർ മൊഴി നൽകാൻ എത്തുന്നില്ല. മറ്റു രണ്ടുപേരെ ചോദ്യം ചെയ്തു. അപ്പോഴും ചോദ്യമാകുന്നത് ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് എന്ത് നടപടികളിലേക്ക് സർക്കാരും സംവിധാനങ്ങളും പോകുന്നു എന്നുള്ളതാണ്. മിഥുൻ, പ്രജിത്ത്, പയ്യന്നൂരിലെ 1.5 വയസ്സുകാരൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിക്ക് എതിരെ ആരോപണങ്ങൾ ശക്തമാവുകയാണ്. മാത്രമല്ല, അത് ശരിവയ്ക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പ്രതിപാദിച്ചിരിക്കുന്നത്. അതിലെടുത്തു പറയുന്ന ചില കാര്യങ്ങളുണ്ട്. മരണകാരണം അനസ്തേഷ്യയ്ക്ക് പിന്നാലെ തലച്ചോറിലേക്കുള്ള ഓക്സിജന്റെ വരവ് നിലച്ചതാണ്. കൂടാതെ അനസ്തേഷ്യ നൽകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്നും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കുഞ്ഞിൻ്റെ കീഴ്ചുണ്ടിലും അതുപോലെ തന്നെ താടിയിലും ഉണ്ടായിരുന്നത് മില്ലിമീറ്റർ നീളം മാത്രമുള്ള ചെറിയ മുറിവായിരുന്നു. അതിന് അനസ്തേഷ്യ നൽകേണ്ട ഇല്ലായിരുന്നു. 3 ദിവസം, അതായത് കുട്ടി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ 3 ദിവസം കൊണ്ട് തന്നെ ആ മുറിവ് സ്വാഭാവികമായും ഉണങ്ങിയിരുന്നു. അപ്പോൾ അനസ്തേഷ്യ നൽകിയത് എന്തിനെന്ന ചോദ്യം മാത്രം ബാക്കിയാകുന്നു. തുടക്കം തൊട്ടേ കുടുംബം ഉൾപ്പെടെ ആരോപണം ഉന്നയിച്ചത് കുട്ടിയുടെ ആരോഗ്യസ്ഥിതി ഉൾപ്പെടെ പരിശോധിക്കാതെയാണ് ഇത്തരത്തിൽ അനസ്തേഷ്യ നൽകിയത് എന്നായിരുന്നു. അത് ശരിവയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറയുന്നത്. കുട്ടിയുടെ വയറ്റിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ പരിശോധിച്ചിരുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ വിവരങ്ങളും കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഈ ബേബി മെമ്മോറിയൽ ആശുപത്രിയെ കൂടുതൽ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഈ പ്രധാന കുറ്റാരോപിതയായ അനസ്തേഷ്യസ്റ്റ് അഞ്ജലി പൊതുവാൾ ഇതുവരെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായില്ല എന്നൊരു വിവരം കൂടി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതിലും അവരെ കൂടി അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാക്കണമെന്ന് ആശുപത്രി അധികൃതരോട് പോലീസ് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. പ്രജിത്ത്.